ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ദീപാവലി റെസിപ്പീസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഹോം മെയ്ഡ് ഗുലാബ് ജാമുൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് ഇൻസ്റ്റൻറ്റ് മിക്സ് ഒന്നും ഗുലാബ് ജാമുൻ മിക്സ് വാങ്ങിക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ നല്ല രുചിയുള്ള ഗുലാബ് ജാമുൻ, നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് നമുക്ക് ആവശ്യം ഖോവയാണ്. അപ്പോൾ ഇത് മധുരമില്ലാത്തതാണ്. മധുരമില്ലാത്ത ഖോവ അങ്ങനെ വാങ്ങാൻ കിട്ടും റെഡിമെയ്ഡായിട്ട്. അതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. 200 ഗ്രാം ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ചിലപ്പോൾ ഇങ്ങനെ തരിതരിയായിട്ടൊക്കെ ഇതുണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം ഇങ്ങനെ മാവ് ഒരുപാട് കുഴയ്ക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇതൊന്ന് കൈ കൊണ്ട് നല്ലപോലെ അമർത്തി എല്ലാം ഒന്ന് കട്ടയില്ലാതെ ഉടച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ 1 പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ പിന്നെ 3 ടീസ്പൂൺ ഇളം ചൂടുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം നമുക്ക് വെറുതെ കൈ കൊണ്ട് മിക്സ് ചെയ്യാനേ പാടുള്ളൂ. ഒരുപാട് നേരം അങ്ങനെ അമർത്തി കുഴയ്ക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് അമർത്തി കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഹാർഡായി പോകും നമ്മുടെ ഗുലാബ് ജാമുൻ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ സോഫ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ മാവ് ഇതിനുള്ള ഗുലാബ് ജാമുനുള്ള മാവ് നമുക്ക് ഇപ്പോൾ റെഡിയായി. അപ്പോൾ ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഷുഗർ സിറപ്പ് റെഡിയാക്കാനായിട്ട് നമുക്ക് 1.5 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 250 ml കപ്പാണ് കേട്ടോ. അപ്പോൾ 250 ml കപ്പാണ് ഞാൻ അപ്പോഴേ മൈദയും എടുത്ത് അതിൽ 1/2 കപ്പാണ് എടുത്തത്. 125 ml വരുന്ന അളവിലാണ് ഞാൻ മൈദ എടുത്തത്. ഇപ്പോൾ പിന്നെ ഇതിലേക്ക് 1.5 കപ്പ് പഞ്ചസാരയും 1.5 കപ്പ് തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂ, ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു രുചി കിട്ടും. പിന്നെ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നല്ലപോലെ തിളപ്പിച്ച് ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു കഴിഞ്ഞു. അതിന് ശേഷം ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഷുഗർ സിറപ്പ് ഒരുപാട് കട്ടിയാവാൻ പാടില്ല. നമുക്ക് കൈ കൊണ്ട് തൊടുമ്പോൾ ഒട്ടുന്ന പരുവമായാൽ മതി. അല്ലാതെ 1 കമ്പിയോ 1/2 കമ്പിയോ അങ്ങനെ പാകമൊന്നും ആവശ്യമില്ല. അതിന് 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയോ 1/2 സ്ട്രിങ് കൺസിസ്റ്റൻസിയോ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആ ഷുഗർ സിറപ്പ് ഒട്ടുന്ന പരുവമായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് റോസ് എസൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പേര് തന്നെ ഗുലാബ് ജാമുൻ എന്നാണ്. അപ്പോൾ വേണമെങ്കിൽ റോസ് എസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതും വളരെ ചേർക്കാൻ 1 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരുപാട് കൂടിപ്പോവും. അപ്പോൾ ഞാനിപ്പോൾ നെയ്യിലാണ് ഇത് വറുത്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എണ്ണയോ നെയ്യോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് നമുക്ക് ചൂടാക്കാനായിട്ട് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മാവ് ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ അത് ഉരുട്ടുമ്പോഴും ഒരുപാട് പ്രസ് ചെയ്ത് ഉരുട്ടാൻ പാടില്ല. വളരെ സോഫ്റ്റായിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ. ഒരുപാട് പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഹാർഡായി പോകും. അപ്പോൾ നമ്മളിപ്പോൾ നെയ്യ് കൈ കൊണ്ട് തൊട്ടാൽ ഇളം ചൂട് അത്ര ആയാൽ മതി. ആ സമയത്താണ് നമുക്കിത് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരുപാട് ചൂടാവേണ്ട ആവശ്യമില്ല. ഒരുപാട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ പുറം ഭാഗമൊക്കെ ഒരുപാട് കരിഞ്ഞു പോവുകയും പിന്നെ അകത്ത് ഇങ്ങനെ അത് വേവാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കിത് ആ ബോൾസ് ഒന്നും തൊടേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒരേപോലെ ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആളിനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇതൊക്കെ ഗോൾഡൻ കളറായി നമുക്കിത് എടുത്ത് മാറ്റി വയ്ക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം പിന്നെ ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒരുപാട് ചൂട് പാടില്ല, ഇളം ചൂട് ഉണ്ടാവണം. തണുത്തും ഇരിക്കാൻ പാടില്ല, ഇളം ചൂട് വേണം. ആ സമയത്ത് വേണം ചേർത്ത് കൊടുക്കാൻ. അത് കഴിഞ്ഞ് നമുക്ക് 2 മണിക്കൂർ ഇത് കുതിർത്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള നല്ല ഗുലാബ് ജാമുൻ റെഡിയായി. വളരെ സോഫ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ അളവ് വെച്ച്
നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.